ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ക്രിസ്മസ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 24-ാം തീയതിയാണ് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതേ അതിലൊരുക്കോട്ട് ഭാഗമായിട്ട് സ്റ്റീഫൻ ചേട്ടൻ നമ്മളൊരു വാഴക്കൊല വെട്ടിയെടുത്തിട്ടുണ്ട്. പഴുത്തു തുടങ്ങി, അതുകൊണ്ടാണ് പഴം വെച്ച് കൊണ്ടുപോകണോ നിൽക്കില്ലേ? സ്റ്റീഫൻ ചേട്ടൻ അധികം സംസാരിക്കില്ല, എന്നെ കൊണ്ട് എന്നെ സംസാരിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്നൊരു ക്രിസ്മസ് ഒരുക്കങ്ങൾ, ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സീജന മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇറച്ചി മീനൊക്കെ. അപ്പോൾ അത് ഇന്നേ ഞാൻ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീനൊക്കെ കിള്ളിയൊക്കെ വെച്ചു. അങ്ങനെ ചെറിയ ഇനി ഇറച്ചിയൊക്കെ ഫുള്ള് നമുക്ക് ഇന്ന് തിരക്കായതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തൊക്കെ വേണം, കട്ട് ചെയ്ത് വേണം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാനും വേവിച്ചൊക്കെ വെക്കാൻ. എന്നിട്ടാണ് നാളെ നമ്മൾ ബാക്കിയുള്ള ക്രിസ്മസിൻ്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പോഴും ഫുൾ കംപ്ലീറ്റ് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം നിങ്ങൾ ആ ഒരുക്കങ്ങളുടെ ഒപ്പം നിങ്ങളൊന്ന് കാണാം. പിന്നെ മിട്ടുമോനാണെങ്കിൽ ഇന്ന് കരോളിനൊക്കെ 3 ദിവസം അവർ കരോളിൽ പോകുന്നുണ്ട്, അവർ ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവർ കരോളിൽ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നാളെ അപ്പച്ചനും അമ്മച്ചിയും വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും അന്നാസ് രുചിക്കൊണ്ട് ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ മിട്ടുമോനും അവൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കരോളിന് പോകാനുള്ള ഒരുക്കമാണ്. ഇന്ന് അവരുടെ 3ാമത്തെ ദിവസം ഉണ്ട് കരോളിന് പോകുന്നത്. അവരതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അവർ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരുന്നതാണ്. കുട്ടികളുടെ ഒരു എൻജോയ്മെൻറ്റ്, 2 വർഷമായിട്ട് അതുങ്ങൾ കളിക്കാതെ കളിക്കുന്നത് എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ദിവസം എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പാതിര കുർബാനയ്ക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ ഉണ്ണീഷയൊക്കെ റെഡിയായി പുൽക്കൂട്ടിൽ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അപ്പവും നമ്മുടെ ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചും രാവിലെ പള്ളിയിലത്തൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ രാവിലത്തെ
ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ചിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടക്കാൻ. ഇതൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലുള്ള ഇപ്പോൾ നോർമൽ ക്രിസ്മസ് ദിവസങ്ങൾ നടക്കുന്നത് വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ വിശേഷം കൊച്ചു സാധാരണ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ള ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണിച്ചു തരാം. സജോ എന്തായി? പോർക്ക് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, ടൈം എടുക്കും. ഇപ്പത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്യാം. ഈ പ്രാവശ്യം ഫ്രൈ ചെയ്യാൻ മൊത്തം ഇങ്ങനെ നോർമൽ സിമ്പിൾ മസാലയൊക്കെ ഇട്ട് ഫ്ലേവർ മാറില്ലല്ലോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ ആദ്യം സ്റ്റൂ ബാക്കിയുണ്ട്. പിന്നെ ഇനി മീൻ വറുക്കണം. പിന്നെ ചിക്കനും ചെയ്യണം. ഒറ്റയ്ക്കാണോ? അമ്മച്ചി സവാളയൊക്കെ അറിഞ്ഞു. ഇപ്രാവശ്യം ഞങ്ങൾ പോർക്ക് താറാവ് മേടിച്ചില്ല കേട്ടാ. എപ്പോഴും താറാവ് മേടിക്കും. ഇപ്രാവശ്യം താറാവ് ചെന്നപ്പോ കിട്ടിയില്ല, തീർന്നുപോയി. പിന്നെ ഇപ്പൊ രാവിലെ ചെന്നിട്ട് വാങ്ങാന്ന് ഓർത്താ കട്ട് ചെയ്ത് കിട്ടൂല. കട്ട് ചെയ്ത് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ കട്ട് ചെയ്ത് ഇനിയിപ്പോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ നല്ല സമയം എടുക്കും. അപ്പൊ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡക്കി ഇപ്രാവശ്യം ഒഴിവാക്കി. എല്ലാം കൂടെ ആയാലും കഴിക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം അല്ലേ? മനസ്സിലോ ഇല്ലേ? ഈ പ്രാവശ്യം ഉണ്ടാക്കിയ വൈൻ ഇതാണ് കേട്ടോ. ഞങ്ങൾ ഗ്രേപ്പ് വൈനും ഉണ്ടാക്കി, ബീട്രൂട്ട് വൈനും ഉണ്ടാക്കി. ബീട്രൂട്ട് വൈനാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ വീഡിയോ നേരത്തെ കാണിച്ചത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ രണ്ടും നല്ല അഭിപ്രായമാണ് കുടിച്ചവരൊക്കെ പറഞ്ഞത്. ആരും മോശം പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ കേക്കും വൈനും ക്രിസ്മസ് ഈ പ്രാവശ്യം കേക്ക് ഞാൻ ഉണ്ടാക്കി. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത് എടുക്കാൻ നോക്കിട്ട് നല്ല തിരക്കായി പോയി. പക്ഷെ ഉണ്ടാക്കി ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു പ്ലം കേക്ക്. അത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. പക്ഷെ എനിക്ക് രണ്ടാമത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കണമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാൻ അടുത്ത ക്രിസ്മസിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഉണ്ട്, എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഇനി ഞങ്ങൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകും. ലഞ്ച് കഴിക്കുമ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടില്ല. ഇത് ഞങ്ങൾ വൈനൊക്കെ ഒന്ന് കുടിക്കും. ഞാൻ അപ്പച്ചന് കൊടുത്തില്ല, അപ്പച്ചൻ കുടിച്ചിട്ടില്ല. അപ്പച്ച ഏത് വേണം? ബീട്രൂട്ട് വേണോ? അപ്പച്ച ഏത് വേണം? ബീട്രൂട്ട് വേണോ? ബീട്രൂട്ട് കുടിച്ചതാണ്. ഇവൻ ബീട്രൂട്ട് കുടിച്ചതാണ്. ഇവൻ കുറെ കുടിച്ച്. ഗ്രേപ്പ് ഇവൻ കുടിച്ചില്ല. അപ്പച്ച ഏതാ വേണ്ടത്? ഇല്ല പറഞ്ഞോ, കാണിക്കുന്നില്ല. പറഞ്ഞോ ഏത് വേണം? ബീട്രൂട്ട്. No need to flex, boy, don't be vexed. Not interested, no way, no thanks. Do you think that acting confident get you in? That's not the point. ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ ഇത് പോർക്ക് ഫ്രൈ, പിന്നെ കരിമീൻ, ചെറിയ കരിമീൻ ഫ്രൈ ചെയ്തു. പിന്നെ തെരണ്ടി മീനില്ലേ, തെരണ്ടി മീൻ, അത് കറി വെച്ചതാണ്, വറുത്തരച്ചത്. പിന്നെ ഇത് ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. ചെട്ടിനാട് ചിക്കനാണ് ചെയ്തേക്കുന്നത്. പിന്നെ ചോറ്. ഇത്രേ ഉള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ അധികം വിഭവങ്ങളെ ഇല്ല. ഇത്രയും കൊണ്ട് ഞങ്ങൾ നിർത്തി. പിന്നെ പച്ചക്കറി തീരെ ഇല്ല. കാരണം ഡുഡുമോ നോയമ്പായിരുന്നു, 25 നോയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഫുൾ പച്ചക്കറി കഴിച്ച് മടുത്തിരിക്കുന്നുണ്ട് ഇന്ന് പച്ചക്കറിയെ വെച്ചിട്ടില്ല. ഫുൾ മീനും ബീഫും അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ. ബീഫ് രാവിലെ സ്റ്റൂ ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളും ഫുഡോടെ ഏകദേശം ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തീർന്നല്ലേ. അങ്ങനല്ലേ വെയിറ്റ് ചെയ്ത ഇവര് കുറച്ചൊരു ഫിലിമൊക്കെ കണ്ടോണ്ടിരുന്നേച്ചു കൊച്ചുങ്ങള്. അപ്പൊ രാവിലെ തുടങ്ങി ഫുൾ പണിയിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാം, ഒന്ന് റെസ്റ്റ് എടുക്കുക എല്ലാവരും. അതാണ് ഇനിയുള്ള ഞങ്ങളുടെ പരിപാടി. അപ്പൊ ഇനി ഞങ്ങൾ
ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങള്. ചെറിയൊരു വ്ളോഗാണ് ഞങ്ങളുടെ എന്റർടൈൻമെന്റ്, മോന്റെ കരോള് അങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ ഇതിൽ കാണിച്ചേക്കണത്. അപ്പൊ ഈ വീഡിയോ, ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ലെമൺ സൂപ്പർ. എനിക്ക് മീൻ വേണ്ട. ശരിക്കും